ഞായറാഴ്ച പുലർച്ചെ മുംബൈയിലെ ചലച്ചിത്ര നിർമ്മാതാവ് രോഹിത് ഷെട്ടിയുടെ വീടിന് പുറത്ത് നടന്ന വെടിവെപ്പിന് ഉത്തരവാദിത്തം ലോറൻസ് ബിഷ്ണോയ് സംഘം ഏറ്റെടുത്തു. പുനെ സ്വദേശികളായ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രോഹിത്തിന്റെ വീടിന് പോലീസ് സുരക്ഷ ശക്തമാക്കി. സിനിമാ നിർമ്മാതാവ് രോഹിത് ഷെട്ടിയുടെ വീടിന് മുന്നിൽ ഞായറാഴ്ച പുലർച്ചെ 12:45ഓടെയാണ് അപ്രതീക്ഷിത വെടിവെപ്പുണ്ടായത്. ജുഹീവിലെ വസതിക്ക് മുന്നിലായിരുന്നു അതിക്രമം. കുറഞ്ഞത് 5 റൗണ്ടെങ്കിലും വെടിയുതിർത്തിട്ടുണ്ടെന്നും ഒരു വെടിയുണ്ട രോഹിത് ഷെട്ടിയുടെ വീടിന്റെ ജിമ്മിലുള്ള ഒരു ഗ്ലാസ് തുളച്ചു കയറിയെന്നും പോലീസ് സ്ഥിരീകരിച്ചു. പിന്നാലെ അർജു ബിഷ്ണോയ് എന്നറിയിച്ചുകൊണ്ട് ഒരു ഗുണ്ടാ സംഘം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഷെട്ടിയുടെ വീട്ടിൽ നടന്ന വെടിവയ്പ്പിന് പിന്നിൽ തങ്ങളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഗുണ്ടാ സംഘത്തിന്റെ സന്ദേശം. ഞങ്ങളുടെ ജോലികളിൽ ഇടപെടരുതെന്ന് ചലച്ചിത്ര നിർമ്മാതാവിന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നും അതനുസരിക്കാത്തതുകൊണ്ടാണ് ചെറിയ ട്രെയിലർ ആണ് ഇപ്പോൾ നടത്തിയതെന്നും ഗുണ്ടാ സംഘം പറയുന്നു. ഇപ്പോഴത്തെ വെടിവയ്പ് അവഗണിക്കുന്നവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ നേരിടേണ്ടി വരുമെന്ന് ഗുണ്ടകൾ മുന്നറിയിപ്പ് നൽകി. ലോറൻസ് ബിഷ്ണോയ് സംഘത്തിന്റെ പങ്ക് ഉറപ്പാക്കിയിട്ടില്ലെന്നും കാര്യക്ഷമമായ അന്വേഷണം നടത്തുകയാണെന്നും മുംബൈ പോലീസ് അറിയിച്ചു. എന്നാൽ രോഹിത്തിന്റെ വീടിന് മുന്നിൽ വെടിവെപ്പ് നടത്തിയതിന് പൂനെ പോലീസ് അറസ്റ്റ് ചെയ്ത 5-അംഗ സംഘത്തിന് ലോറൻസ് ബിഷ്ണോയുടെ ഗുണ്ടാ സംഘവുമായി ബന്ധമുണ്ടെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മഹാരാഷ്ട്ര മുൻമന്ത്രി ബാബ സിദ്ദിഖിന്റെ കൊലപാതകം, ബോളിവുഡ് അഭിനേതാവ് സൽമാൻ ഖാന്റെ വീടിന് മുന്നിലെ വെടിവെപ്പ് ഉൾപ്പെടെ പല കുറ്റകൃത്യങ്ങളിലും ബന്ധമുള്ളവരാണ് പിടിക്കപ്പെട്ടതെന്ന് പൂനെ പോലീസ് വൃത്തങ്ങൾ പറയുന്നു. അമൻ ആനന്ദ് മരോട്ടെ, ആദിത്യ ജ്ഞാനേശ്വർ, സിദ്ധാർത്ഥ് ദീപക്, സമർത്ഥ് ശിവശരൺ എന്നിവരും ഐഡന്റിറ്റി പുറത്തുവിടാത്ത ഒരാളുമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. അജയ് ദേവ്ഗൺ നായകനായ ഗോൾമാൽ, സിംഗം എന്നീ ഫ്രാഞ്ചൈസികളിലൂടെയും ഷാരൂഖ് ഖാൻ നായകനായ ചെന്നൈ എക്സ്പ്രസ് എന്ന സിനിമയിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട നിർമ്മാതാവിനാണ് ഇപ്പോൾ ഗുണ്ടകളുടെ കനത്ത ഭീഷണി നേരിടുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.